ഹായ് കുഞ്ഞുങ്ങളെ, ശ്യാമ ടീച്ചർ പിന്നെയും വന്നിരിക്കുകയാണ് ശ്യാമാസ് അക്കാഡമിയിൽ നിന്ന്. നമ്മളിന്ന് ഓണപരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് മോഡലാണ് നോക്കുന്നത് കേട്ടോ. നമ്മുടെ അനുപമ ടീച്ചറും കവിതയുടെയും ഒരു കോൺവെർസേഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് നോക്കുക. ടീച്ചർ, ഹായ് കവിത, ഹൗ ഈസ് ക്ലാസ്? എങ്ങനെയുണ്ട് ക്ലാസ്? കവിത പറയാണ്, ഹായ് ടീച്ചർ, ക്ലാസ് ഗുഡാണ്, അടിപൊളിയാണ്. ടീച്ചർ പിന്നെയും ചോദിക്കുകയാണ്, ഗോട്ട് ന്യൂ ഫ്രണ്ട്സ്? പുതിയ കൂട്ടുകാരെ കിട്ടിയോ? അപ്പോൾ കവിത പറയാണ്, നവീൻ ആൻഡ് സാഷ ആർ മൈ ഫ്രണ്ട്സ്. നവീനും സാഷയാണ് എൻ്റെ കൂട്ടുകാർ. ടീച്ചർ ചോദിക്കുകയാണ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ആസ്ക് മീ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. എന്നോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മറക്കരുത്, അല്ലേ, മടിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ കവിത പറയാണ്, ഓക്കെ ടീച്ചർ, താങ്ക് യു. വളരെ സിമ്പിൾ കോൺവെർസേഷനാണ് ഇത്. നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വരാം. ടീച്ചറായിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് വരാം. ഫ്രണ്ടായിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് പേരൊന്ന് മാറ്റി ഒന്ന് എഴുതിയാൽ മതിയേ. മോഡലാണേ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഗിഫ്റ്റ്, അല്ലേ. നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ചെറിയൊരു നോട്ടാണ്. അതൊന്ന് ശരിക്കും വായിച്ച് നോക്കുക കേട്ടോ. വായിച്ചാൽ വളരെ സിമ്പിളാണ് കേട്ടോ. വായിച്ച് നോക്കുക. ടീച്ചർ ഒന്ന് ഓടിച്ച് വായിക്കാൻ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതാണ് ഓടിക്കണേ? ഗിഫ്റ്റ്. മൈ ഫ്രണ്ട് ഗേവ് മീ ആൻ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. എനിക്കൊരു ഫ്രണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് തന്നു. ഇറ്റ് വാസ് എ പെൻ. അതൊരു പേനയായിരുന്നു. ബട്ട് ദാറ്റ് വൺ ഗിഫ്റ്റ് വാസ് വെരി പ്രീഷ്യസ് ടു മീ. അതെനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു, അല്ലേ. വെൻ ഐ ഡോണ്ട് ഹാവ് മണി ടു ബൈ എ പെൻ ഷീ ഗീവ് മീ എ പെൻ അൺഎക്സ്പെക്റ്റഡ്ലി. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പേന വാങ്ങാൻ. അന്നേരമാണ് അവൾ എനിക്ക് ആ ഒരു സമ്മാനം തന്നത്. വിച്ച് മെയ്ഡ് മൈ ഹാർട്ട് ഹാപ്പി. എൻ്റെ മനസ്സിനെ വളരെ ഹാപ്പി ആക്കിയത്. അത് നമ്മൾ അങ്ങോട്ട് കൊടുത്തൊരു ഗിഫ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഐ ഗേവ് മൈ ഫ്രണ്ട് ആൻ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. ഞാൻ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു. ഇറ്റ് മെയ്ഡ് ഹെർ വെരി ഹാപ്പി. അത് അവളെ വളരെ സന്തോഷവതിയാക്കി. ഷീ സ്റ്റിൽ കീപ് ഇറ്റ് സേഫ് ടുഡേ. അവൾ ഇന്ന് വരെ അത് സേഫായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. മൈ ഹാർട്ട് ഈസ് ഓൾസോ വെരി ഹാപ്പി വെൻ ഐ സീ ഇറ്റ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ. ഇത് ഹെൽപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത് എഴുതാം കേട്ടോ. ഇനി ഒരു പോയം ഫില്ല് ചെയ്യാനായിരിക്കും കേട്ടോ. ഇന്ന് മറ്റേ കുറച്ച് ക്ലൂസ് ഒക്കെ ഉണ്ടാകും. ടീച്ചർ ക്ലൂ തരാം. ഇതിൻ്റെ ബാക്കി 2 ലൈൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ എളുപ്പമാണ്. ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ ക്യാൻ പ്ലേ ആൻഡ് ഷെയർ. പ്ലേ ചെയ്യാനും പറ്റും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും പറ്റും, അല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ പറ്റും, അല്ലേ. ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ ആർ കൈൻഡ് ആൻഡ് ഫെയർ. അവർ ദയവുള്ളവരായിരിക്കും, അല്ലേ. പിന്നെയോ, ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ വിൽ ടോക്ക് ടു യു. നിങ്ങളോട് സംസാരിക്കും, അല്ലേ, സ്കൂളിൽ. വെൻ യു ആർ ഫീലിംഗ് സാഡ് ആൻഡ് ബ്ലൂ. നമ്മൾ സന്തോഷമില്ലാതെയും, അല്ലേ, ദുഃഖത്തിലായിരിക്കുമ്പോഴൊക്കെ അവർ സംസാരിക്കും. കുറച്ച് ഹിൻ്റ് ടീച്ചർ തരാം. അത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് വരിയും തരാം കേട്ടോ. ബിഗ്, സ്മോൾ, ബെസ്റ്റ് ഓഫ് ഓൾ. നോക്കിക്കേ, ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ ആർ ബിഗ് ആൻഡ് സ്മോൾ. ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ ആർ ബെസ്റ്റ് ഓഫ് ഓൾ. കണ്ടോ? അത് കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ? അപ്പോൾ നമുക്ക് ഹിൻ്റ് ഉണ്ടാകും. ക്ലിയർ ആയിട്ട് വായിച്ച് എഴുതണം കേട്ടോ എല്ലാവരും. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അനുപമ ടീച്ചർ നമ്മുടെ കവിതയുടെ വീട്ടിലേക്ക് പോകാൻ നേരം കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കുറച്ച് താഴത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരൊക്കെ മിക്സഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ താഴത്ത് ഫ്രൂട്ട്സ്, വെജിറ്റബിളിൻ്റെ താഴത്ത് വെജിറ്റബിൾസ് എടുത്ത് എഴുതുക കേട്ടോ. ഇനി എക്സ്ട്രാ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ 2-3 ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ 2-3 വെജിറ്റബിൾസിൻ്റെയും സ്പെല്ലിങ് എഴുതി പഠിക്കുക കേട്ടോ. മിനിമം 5 എണ്ണെങ്കിലും പഠിക്കണേ. ഇനി മേ ബി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നത് ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ളത് എഴുതാൻ പറയും. കണ്ടോ? ഇതുപോലെ 2 കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന കേട്ടോ. ഇതുപോലെ വേറെ ചോദിക്കാം, വേറെ സ്റ്റോറിയുടെയും ചോദിക്കാം. പിന്നെ ഒരു പാസേജ് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ നിങ്ങൾ പാസേജിൽ നിന്ന് നോക്കി എഴുതുക. കോംപ്രിഹെൻഷൻ എന്ന് പറയും കേട്ടോ. അതാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ വരാവുന്നതാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് പിക്ചർ കൊടുത്തേ ഉണ്ടാവും. അപ്പം നമ്മൾ അതിൽ നിന്നൊരു ചെറിയ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് എഴുതണം. അപ്പോൾ അതിന് മെയിനായിട്ടൊരു സംഭവം ഞാൻ കുറച്ച് വേർഡ്സ് കൊടുത്തേക്കാം. ഈ വേർഡ്സ് വെച്ച് കുട്ടികളോട് എഴുതാൻ പറഞ്ഞു വിടണം. മോർണിംഗിൽ പറയേണ്ട കാര്യമാണ് കേട്ടോ. ഈ വേർഡ്സ് വെച്ച് എഴുതാൻ പറഞ്ഞു വിടണേ. കണ്ടോ? ഇൻ ഉള്ളിൽ, ഓൺ മുകളിൽ, അണ്ടർ അടിയിൽ, ബിഹൈൻഡ് പുറകിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ, ദാറ്റ് അത്, ദിസ് ഇത്, ദെയർ അവിടെ, ഹിയർ ഇവിടെ, ഈസ് ആണ്, വിത്ത് കൂടെ. ഈ വേർഡ്സ് വെച്ചിട്ട് 2-3 സെൻറ്റൻസ് മേക്ക് ചെയ്യിപ്പിച്ച് വിടുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് തന്നെത്താനെ എഴുതാനുള്ള ഒരു മൈൻഡ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സേ നോ പ്ലാസ്റ്റിക്. എന്തുവാണത്? കടലിൽ പ്ലാസ്റ്റിക് എറിയുന്നതിനോട് നമ്മൾ പ്രതികരിക്കുന്ന ഒരു പോസ്റ്ററാണല്ലേ. അപ്പോൾ ടീച്ചർ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, ഇതുപോലെ വേണം പോസ്റ്റർ എഴുതാൻ കേട്ടോ. ലെസ് പ്ലാസ്റ്റിക് മോർ ലൈഫ്. എക്സാമിന് കുട്ടികളെ തയ്യാറാക്കുന്ന എല്ലാ പേരൻസിനും എഴുതുന്ന കുട്ടികൾക്കും ടീച്ചറുടെ ബെസ്റ്റ് ഓഫ് ലക്ക്. അതുപോലെ നന്നായിട്ട് എക്സാം എഴുതി നാളെ തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.